ഇതിപ്പോ ചീര സീസൺ അല്ലേ, സോ ഞാനും കുറച്ച് ചീരയൊക്കെ നട്ടായിരുന്നു. സോ കണ്ടില്ലേ, ഇപ്പൊ വളരെ ഹെൽത്തി ആയിട്ട് നമ്മുടെ ചീര വളർന്നിട്ടുണ്ട്. ഞാനിത് ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെയായിട്ടും സ്പേസിന്റെ ഇഷ്യൂ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എനിക്കൊന്ന് മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ അതിനും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഈ ഗ്രോ ബാഗിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇത് വളരെ തിക്കറാണ്. അതായത് 5 ലെയർ തിക്നെസ് ആണ് ഈ ഗ്രോ ബാഗിനുള്ളത്. അതുപോലെ തന്നെ ഭയങ്കര സ്ട്രോങ്ങും ആണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഡ്രെയിനേജ് ഹോൾ ഉണ്ട്. നിങ്ങൾക്കും ചീര നടാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് ബെസ്റ്റ് ടൈമാണ്. സോ നിങ്ങളുടെ മുറ്റത്തോ ടെറസിലൊക്കെ ഈ ഗ്രോ ബാഗ് ഉപയോഗിച്ച് ചീര നട്ട് തുടങ്ങിക്കോളൂ. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്കും എങ്ങനെയാണ് ഗ്രോ ബാഗ് ഉപയോഗിച്ച് ചീര നടേണ്ടതെന്ന് കാണിച്ചു തരാം. ഈ ഗ്രോ ബാഗിൽ ആവശ്യത്തിന് വേണ്ട മണ്ണും കോക്കോപീറ്റും വെച്ച് നന്നായിട്ട് അങ്ങോട്ട് മണ്ണൊക്കെ റെഡിയാക്കി കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണേ. അതിനുശേഷം നമുക്ക് വിത്തിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായ ഒരു പ്രോസസ്സാണ് ഈ ചീര നടുക എന്നുള്ളത്. ചീരയൊക്കെ നടാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ടെറസിലോ മുറ്റത്തോ ഒക്കെ ചീര നട്ട് തുടങ്ങിക്കോളൂ. അതും നമ്മുടെ ഗ്രോ ബാഗ് ഉപയോഗിച്ച്.